കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുന്ന വിധമാണ്. അതിന് ഇതുപോലെ ആദ്യം അരി അരച്ചെടുക്കണം. ഗ്രൈൻഡറിലിട്ടാൽ നല്ലോണം അരിഞ്ഞ് കിട്ടും. ജ്യൂസ് മെഷീനിലും അരക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കണം. പിന്നെ അതിനുശേഷം ഒരു ഗുളിക രൂപത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കണം. ഇതാണ് കുഞ്ഞിപ്പത്തൽ. ഈ കാണുന്നതാണ് കുഞ്ഞിപ്പത്തലുണ്ടല്ലേ, കുഞ്ഞനല്ലേ, പത്തലുടെ കൂട്ടത്തിൽ കുഞ്ഞൻ. അതുകൊണ്ട് കുഞ്ഞിപ്പത്തൽ പേര് വരാൻ കാരണം അതിങ്ങനെ ഇതുപോലെ ആവശ്യം അനുസരണം ഇത് ഉരുട്ടിയെടുത്ത് പരത്തിയെടുത്ത് കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ അല്ലേ. അതിനുശേഷം ഇത് വേവിക്കണം ആവിയിൽ. അതിന് ആവി ഇത് മൂടി എന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. ഇവിടെ എൻ്റെ നാട്ടിൽ പറയും മൂടി എന്നാണ്. അതിലിതുപോലെ വാഴയില വെച്ചിട്ട് അതിൻ്റെ മേലെ നേരത്തെ നാം ഉരുട്ടി വെച്ച കുഞ്ഞിപ്പത്തൽ ഇടുക. പിന്നീട് ഇതൊരു 15 മിനിറ്റ് ആവിയിൽ വെക്കണം. 15 മിനിറ്റേ വേണ്ടു. അപ്പോൾ നല്ല വെന്ത് കിട്ടും. അതായത് ഇതുപോലെ പിന്നെ മൂടി തുറന്ന് അതിൽ നിന്ന് കുഞ്ഞിപ്പത്തൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ശ്രദ്ധിക്കണം, ആവി തട്ടാതിരിക്കാൻ. കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ എടുക്കണം. അങ്ങനെ എടുത്ത ശേഷം ഇതിന് നമുക്ക് ചമ്മന്തി വേണം. അത് നമുക്ക് പച്ചമുളകോ അങ്ങാടി മുളകോ ഏതാണ് ഇഷ്ടം അത് ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിവിടെ എടുത്തത് പച്ച മുളകാണ്. ആ ചമ്മന്തി നാം നേരത്തെ തയ്യാറാക്കിയ കുഞ്ഞിപ്പത്തലിൽ ഇട്ട് നല്ലവണ്ണം കൂട്ടിക്കുഴക്കണം. ഇതുപോലെ. ഇതാണ് എത്ര രസകരമായി കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് കറിയിനൊന്നും ആവശ്യമില്ല. എളുപ്പത്തിലുണ്ടാകാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതുമാണ് നമുക്ക് വറവും കൂടി കഴിക്കാം. തിളച്ച നെയ്യിൽ ഉള്ളിയോ അല്ലെങ്കിൽ കടുകോ ഉപയോഗിക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ആ ചെറിയ ഉള്ളിയുടെ കൂടെ സ്വല്പം കറിവേപ്പിലയുടെ ആയാൽ സംഗതി ജോറ്. പിന്നെ അതിലേക്ക് നാം നേരത്തെ ചമ്മന്തി ചേർത്ത കുഞ്ഞിപ്പത്തൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി. പിന്നെ നമുക്ക് കഴിക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രഭാത ഭക്ഷണമാണിത്. കുറ്റ്യാടി, കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.